പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ലാത്തപ്പോൾ മാത്രം കണ്ടുവരുന്ന കലാരൂപമാണ്. കാരണം ഞാൻ ഇന്നെൻ്റെ വീട്ടിൽ പോവുക. അന്ന് ഞങ്ങൾ സമയം പോകാൻ വേണ്ടി കുറച്ച് നേരം തുള്ളിച്ചാടി കൊണ്ടുവന്നിട്ട് നേരെ ഡാൻസിന് പോകാനായിട്ട് ഒരുങ്ങി. രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാനായിട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു വേഗം ഡ്രസ്സൊക്കെ മാറി നിൽക്കണേ, അമ്മ ഫ്രഷായിട്ട് വരാമെന്ന്. ഞാൻ പോയി ഫ്രഷായിട്ട് വന്നപ്പോഴത്തേക്കും ആളും പോയി കഴിച്ച് കൈയും കഴുകി ഡ്രസ്സൊക്കെ മാറി വന്നിരുന്നു. ഞാൻ നേരെ ഏറിപ്പോയി മുടിയൊക്കെ കെട്ടിക്കൊടുത്ത്. മുടി കെട്ടിക്കൊടുത്തപ്പോൾ ആളെന്നോട് പറയുക, അമ്മ ഈ പാട്ട് മൊത്തം കണ്ടോട്ടെ, അത് കഴിഞ്ഞിട്ട് ക്ലിപ്പ് കുത്താവേ, അല്ലേ എനിക്ക് വേദനിക്കും, കാണാൻ ഒക്കത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞ എൻ്റെ വിഷമമാണ് ആ മുഖത്ത് കാണുന്നത്. പിന്നെ ഞാനത് മൈൻഡ് ചെയ്യാൻ നിൽക്കാതെ ഞാൻ വേഗം ചുമ്മാ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ എൻ്റെ പണി നോക്കിപ്പോയി. ഞാൻ പറഞ്ഞു എന്നിട്ട് ചെരുപ്പിടുകയെന്ന് പറഞ്ഞപ്പോൾ ആൾ വേഗം ചെരുപ്പിടാനായിട്ട് വെളിയിൽ പോയി. അപ്പോൾ വെളിയിലായിട്ട് മൈന നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് മൈനയോട് കാര്യം പറയുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൈനയോട് ഏതാണ്ടൊക്കെയോ പറഞ്ഞപ്പോൾ അനിയത്തി പറഞ്ഞു ഇന്ന് ഡാൻസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ കളിക്കേണ്ട ഡാൻസ് ഏതൊക്കെയോ ഒന്ന് കളിച്ച് കാണിക്കുമെന്ന് വെച്ചാൽ പാട്ടില്ലാത്തതുകൊണ്ട് ആളിങ്ങനെ മടി പിടിച്ചിരിക്കുമായിരുന്നു. പിന്നെ എന്താണ്ടൊക്കെയോ ഇങ്ങനെ കാണിച്ച് നിന്നപ്പം ഞാൻ വണ്ടി എടുക്കാനായിട്ട് ഓടിക്കൊണ്ട് വരുന്നതായിട്ട്. അന്നേരം ആൾ പറഞ്ഞു അമ്മ വരുന്നു ഞാനും പോവാം, അമ്മയുടെ കൂടെ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ നിർത്തിയിട്ട് വേഗം പോവാനായിട്ട് ഒരുങ്ങി. അപ്പോഴത്തേക്കും ഞാനും വണ്ടി എടുത്തുകൊണ്ട് വന്ന് വണ്ടി കയറി. അപ്പോൾ അമ്മ എന്നോട് പറയാം അമ്മേ മഴ പെയ്യുന്നമ്മേ, ഞാൻ നനയും അമ്മ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞമ്മേ ഞാൻ പോവാരാറ്റെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്നെങ്കിൽ ആ വഴി വരെ പോയുള്ളൂ. കാരണം അപ്പോഴത്തേക്കും മഴ ഉറച്ച്. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് വണ്ടിയും വെച്ചിട്ട് 2 കുടയും എടുത്ത് ഞങ്ങൾ രണ്ടുപേരും നടന്നു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആളുടെ കുടയും എടുത്തു കൊടുത്ത് എനിക്ക് എൻ്റെ കുടയെടുത്ത് ഞങ്ങൾ നടക്കാമായിരിക്കും. കാരണം ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എല്ലാ ദിവസവും വണ്ടിയിലാണല്ലോ പോകുന്നത്. ഇന്നും അതും പുതിയ കുടയൊക്കെ പിടിച്ച് തോളത്തൊക്കെ വെച്ച് നടന്നു പോകുന്നതുകൊണ്ട് ആൾക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. മഴയായതുകൊണ്ട് അത് പൊക്കിയും പിടിച്ച് പാവാടയൊക്കെ പൊക്കിയും പിടിച്ചില്ല വലിയവർ നടക്കുന്ന കണക്കായിരുന്നു ആളുടെ നടത്തം. ഇന്ന് ഞാൻ പാചകമൊന്നും ചെയ്യാഞ്ഞുകൊണ്ട് തന്നെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ നല്ലൊരു ഫ്രൈഡ് റൈസൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു എഗ് ഫ്രൈഡ് റൈസും ഉത്തുനൊരു ചിക്കൻ ഫ്രൈഡ് റൈസുമാണ് മേടിച്ചുകൊണ്ട് വന്നത്. അതെല്ലാം ഞങ്ങൾ നല്ല കെച്ചപ്പൊക്കെ കൂട്ടി അകത്താക്കിയിട്ട് നല്ലതായിട്ട് കിടന്നൊന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ.